വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മേജിത. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു ഡെലിവറി വ്ളോഗ്. അത് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനായിട്ട് കുറച്ച് വൈകി. കാരണം ഉണ്ണി NICU-ലായിരുന്നു. മാത്രമല്ല ഇത് എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പം എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ, ബിസിയൊക്കെ ഒന്ന് മാറണമായിരുന്നു. അതുകൊണ്ടാണ് വൈകിയത് കേട്ടോ. എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയായിരിക്കും. എൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 16 ആയിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അഡ്മിഷൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5 മണിക്ക് മുൻപായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ, ഒക്ടോബർ 16. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ അച്ഛനമ്മയും ചേട്ടനും ചേച്ചിയും ഒക്കെ കൂടിയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി ശിവുവിന് സ്കൂളിലും പോയി എടുത്ത് നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടർ PV ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ PV ചെയ്തു. അപ്പോൾ ആ സമയത്ത് PV ചെയ്ത സമയത്ത് ഉണ്ണി കുറച്ചും കൂടി ഇറങ്ങാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സെർവിക്കൽ ലെങ്ത് 1.28 ആയിരുന്നു. പിന്നെ 1 സെൻറ്റിമീറ്റർ ഡൈലേഷനും ഉണ്ടായിരുന്നു കേട്ടോ. PV കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോയി. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സ്യൂട്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഫാമിലിയിൽ 3-4 പേരൊക്കെ ഒപ്പം സ്റ്റേ ചെയ്യണം. കാരണം ഒരു സൗകര്യമുള്ള റൂം എടുത്തതാണ്. പിന്നെ മാത്രമല്ല ഹസ്ബൻഡിന് നമുക്ക് ഡെലിവറിയുടെ സമയത്ത് കൂടെ നിൽക്കാനും കൂടി അങ്ങനെ ഒരു ഇതാക്കിയിട്ട് സ്യൂട്ട് റൂം എടുത്തതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു. കാരണം വയറൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പുലർച്ചെ ഒക്ടോബർ 16 ആണല്ലോ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ഒരു പുലർച്ചെ 3 മണിക്ക് മോഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വയറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തരാം, ഒരു 5 മണിയാകുമ്പോൾ പെയിൻ വരാനുള്ള മരുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഒരു 1 മണിയായപ്പോഴേക്കും എനിക്ക് അടിവയറ് നല്ല രീതിയിൽ വേദന എടുക്കാനായിട്ട്, അതായത് ഒരു പീരിയഡ്സിൻ്റെ പെയിൻ ഇല്ലേ, അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നൊരു പെയിൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു പെയിൻ അങ്ങനെ വന്നു തുടങ്ങിയിട്ട് എനിക്ക് ഒരു 1 മണിക്ക് വന്നു തുടങ്ങി. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. കാരണം എന്താ വെച്ചാൽ PV ഒക്കെ ചെയ്തതല്ലേ, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഒരു 2 മണിയായപ്പോൾ ഈ വേദനയുടെ ശക്തി ഇത്തിരി കൂടി തുടങ്ങി. എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ളൊരു പെയിനായി തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ സാഗരേട്ടനെ വിളിച്ച് പറഞ്ഞു. സാഗരേട്ടൻ നേഴ്സിനോട് പറഞ്ഞു. നേഴ്സ് അപ്പം തന്നെ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടോ. റൂമിലേക്ക് എത്തിയിട്ട് എനിക്ക് ഉണ്ണിയുടെ ഗ്രാഫ് ഹാർട്ട് ബീറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നു. ഓരോ വട്ടം ഉണ്ണി അനങ്ങുമ്പോൾ അത് കൗണ്ട് ചെയ്യാനുള്ള അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൃത്യമായിട്ട് അതിൻ്റെ പേരൊന്നും പറയാറില്ല. അപ്പോൾ അത് ഉണ്ണിയുടെ ഗ്രാഫ് ഹാർട്ട് ബീറ്റ് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂമിലേക്കെല്ലാം സെറ്റാക്കി തന്നു. അങ്ങനെ വയറ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ തന്നു. പിന്നെ അതിന് ശേഷം പെയിൻ കൂടി വന്നു തുടങ്ങിയിട്ടാണ്. വരില്ല 4 മണിക്കൂറുള്ളിൽ എന്തായാലും ഡെലിവറി ഉണ്ടാവില്ലേ? എത്ര മണി? 4 മണി 4 മണി 5 7 മണി അല്ലെങ്കിൽ 8 മണി. ഇതാണ് ലേബർ സ്യൂട്ട് അല്ലേ? പിന്നെ പെയിൻ നല്ല രീതിയിൽ കൂടി തുടങ്ങി. അപ്പോൾ സാഗരേട്ടൻ നല്ല രീതിയിൽ സപ്പോർട്ടിനും കാര്യങ്ങൾക്കും സമാധാനിപ്പിക്കാനും കാര്യങ്ങളൊക്കെ. സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് പെയിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ, ഒരു 10-50 മടങ്ങ് ലെവൽ വരുന്ന ഒരു വേദനയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു പെയിൻ വയറിൻ്റെ അടിയിലും പെയിൻ സെയിം ടൈം തന്നെ നമ്മുടെ ബാക്കിലും, ഇവിടെ 2 സ്ഥലത്തും ഒരേപോലെ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വിജിക്കുമ്പോൾ പെയിൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ ഞങ്ങളാണ് ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഇപ്പം ഞാൻ റൂമിൽ കയറിയുണ്ട്. ഇത് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യണതാണ്.
പിന്നെ പെയിൻ കൂടി കൂടി വന്നു. ഞാൻ വിചാരിക്കണേക്കാളും എക്സ്ട്രീം ലെവൽ പെയിൻ എനിക്ക് സഹിക്കാനേ പറ്റാത്തൊരു ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു പെയിനായിരുന്നു. തല ഇറങ്ങാനേ ഉള്ളൂ. ഡയലറ്റേഷൻ ഫുള്ളായി. മനസ്സിലായ വിസ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നീ പ്രസവിക്കാൻ എടുക്കാറായി. ഇനി തല ഇറങ്ങണം. തല ഇറങ്ങണമെങ്കിൽ നല്ല രീതിയിൽ ഡയലേഷൻ ആയ സമയത്ത് നമ്മുടെ അടുത്ത് സ്ക്വാട്ട് ചെയ്തിട്ട് നല്ല പെയിൻ വരുന്ന സമയത്ത് സ്ക്വാട്ട് ചെയ്തിട്ട് ഇങ്ങനെ പുഷ് ചെയ്യാനായിട്ട് പറഞ്ഞു. മാക്സിമം എൻ്റെ രീതിയിൽ നല്ല രീതിയിൽ ഒരു 3, 4, 5 വട്ടം കിടാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ചെയ്തു. അപ്പോഴേക്ക് ഇതാ ഉണ്ണി ഇറങ്ങി വന്നു. പിന്നെ ഉണ്ടായത് എല്ലാം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ നടന്ന പോലെയാണ് എനിക്ക് തോന്നണത് കേട്ടോ. പുഷ് ചെയ്ത് ഉണ്ണിയുടെ തലക്ക് ഇങ്ങനെ ഇറങ്ങി വരാറായ സമയത്ത് വേഗം പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നിയത്. അതായത് ഉണ്ണി പുറത്തേക്ക് വരുന്ന ആ ഒരു സെക്കൻഡുകളില്ലേ, ഒരു സെക്കൻഡ് എനിക്കൊരു ഒരൊറ്റ പെയിനും തോന്നിയില്ല. ഞാനും സാഗരേട്ടനും ഉണ്ണിയും മാത്രമുള്ളൊരു നല്ലൊരു ബെസ്റ്റ് മൂമെൻ്റ് ആയിട്ട് മാത്രമേ തോന്നിയത്. ഉണ്ണീനെ അടുത്ത് ഇങ്ങനെ വെച്ച് തരുന്ന സമയത്ത് വേറെ ഒന്നും, ഹോസ്പിറ്റലാണ്, നേഴ്സ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്. എനിക്ക് പെയിൻ വന്ന കാര്യം ഒന്നും ഓർമ്മയില്ല. നല്ലൊരു ഫീലിംഗ് ഉള്ളൊരു നല്ലൊരു ഗുഡ് മൊമെൻ്റ് ആയിരുന്നു. ആ ഒരു കുറച്ച് സെക്കൻഡ് ഉണ്ണി പുറത്തേക്ക് വരണതും അതേപോലെ തന്നെ ഉണ്ണിനെ എൻ്റെ മേത്തിക്കെടുത്ത് വെച്ചെന്ന ഒരു ടൈം കൂട്ടാം. കാരണം അത്രയും നാൾ നമ്മൾ സ്കാനിങ്ങിലൂടെയും അങ്ങനെയൊക്കെ കണ്ടിരുന്ന ഒരാളെ നമ്മൾ നേരിട്ട് കാണുകയാണല്ലോ. അപ്പോൾ അത് നല്ലൊരു ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. വിജിതയുടെ കൂടെ ചേച്ചി എടുക്കണമെങ്കിൽ സാനിറ്റൈസ് ചെയ്തിട്ട് എടുത്തോട്ടോ.
ബേബിനെ എടുത്തോടാം. Happy birthday. ചേട്ടാ എടുക്കാൻ അപ്പോൾ ഇതാണ് ഡോക്ടർ. ഇന്നലെ ഡെലിവറി കഴിഞ്ഞു, ഹാപ്പി ആയിട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാം? ഒത്തിരി ഹാർഡ് വർക്കിംഗ് ആണ്. കാരണം ഒത്തിരി കുറച്ച് വെയിറ്റ് നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ഒരു 1 month അവള് ചെയ്ത ഹാർഡ് വർക്കിന് ഒരു കൈ കണക്കുമില്ല. ഭക്ഷണം കഴിക്കുകയും ചെയ്തു, അവളുടെ വെയിറ്റ് കൂടുകയും ചെയ്തു, പക്ഷെ ലെങ്ത് കുറയുന്നില്ല എന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതും ലാസ്റ്റ് ആയപ്പോൾ വി വർ സോ ഹാപ്പി. കാരണം 2.6 എബവ് തന്നെ ഉണ്ടായിരുന്നു സ്കാൻ. പക്ഷെ ജനിച്ചു കഴിഞ്ഞപ്പോൾ 2.9 നല്ലൊരു വെയിറ്റുമായി. ആൻഡ് ലെങ്ത് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞുകൊണ്ട് പടാന്ന് പറഞ്ഞ ഡെലിവറി ആയി. ഞങ്ങൾക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ആ രീതിയിൽ വന്നിട്ട് ഡെലിവറിക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ അടുത്തും പ്രീതിയുടെ അടുത്ത് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കുറേ കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് തന്നതിന്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫിസിയോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീതി PR ടീം. നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് വാട്സപ്പ് വഴി എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും. ഉറങ്ങുകയാണെങ്കിലും പാതിരാത്രി ആയാലും എപ്പോഴായാലും വിളിച്ചോളാൻ പറഞ്ഞിട്ട് അതുപോലെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ട് വിളിച്ചിട്ടൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ടാണ് നാളെ ഡിസ്ചാർജ് ആവുന്നത്.